Hey guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ 7 വർഷത്തെ എയർബിഎൻബി എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എൻ്റെ പ്രോപ്പർട്ടി എയർബിഎൻബിയിൽ വർക്കൗട്ട് ആകുമോ? എന്നെ ഒരുപാട് ക്ലയൻസ് വിളിച്ച് ചോദിക്കാറുണ്ട്, എനിക്ക് അവിടെ പ്രോപ്പർട്ടി ഉണ്ട്, ഇവിടെ പ്രോപ്പർട്ടി ഉണ്ട്, ഇത് വർക്കൗട്ട് ആകുമോ? അപ്പോൾ അതിനുള്ളൊരു ആൻസറാണ് ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഞാൻ പുതിയൊരു സ്ഥലത്ത് പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യുന്ന ഒരു 5 കാര്യങ്ങളുണ്ട്. അതെന്തെല്ലാമാണെന്ന് നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ നോക്കാം. നമ്മൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനാണ്. ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പറയാം. ഞാൻ റീസെന്റ് എറണാകുളത്ത് ഒരു ക്ലയന്റിന്റെ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു 7 ബെഡ്റൂം ഉള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. ഞാൻ ചെന്ന് നോക്കിയ ഓൺ ദ സ്പോട്ടിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ എയർബിഎൻബി പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആകില്ല എന്നുള്ളത്. കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റിന്റെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ അവർ ആദ്യം ചെക്ക് ചെയ്യുന്ന കാര്യം ടൂറിസ്റ്റ് അട്രാക്ഷനിൽ നിന്നും എത്രത്തോളം അടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. അതായത് എയർബിഎൻബി വഴി കേരളത്തിൽ വരുന്ന ഒരു 90% ബുക്കിംഗും ടൂറിസം റിലേറ്റഡ് ബുക്കിംഗ്സ് ആണ്. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്ന കാര്യം അതാണ്. പിന്നെ അടുത്തൊരു കാര്യം വരുന്നത്, ഇവരെല്ലാവരും വെക്കേഷൻ മൈൻഡോടുകൂടി വരുന്നവരാണ്. അപ്പോൾ ചിലപ്പോൾ പാട്ട് വെക്കും, ചിലപ്പോൾ അവർക്ക് ഗ്രില്ല് ചെയ്യേണ്ടി വരും, പുറത്തിരുന്ന് സംസാരിക്കും, ചിലപ്പോൾ ഒച്ചത്തിൽ സംസാരിക്കും, പാട്ട് പാടും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ പോയി നോക്കിയ ലൊക്കേഷനിൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ടാവും. കാരണം അടുത്ത് ഒരുപാട് വീടുകളുണ്ട്, ഹോസ്റ്റലുണ്ട്, ലേഡീസ് ഹോസ്റ്റലുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നടക്കില്ല എന്ന് ഞാൻ അത് വളരെ കൃത്യമായിട്ട് ഫാക്ട്സ് വെച്ചിട്ട് തന്നെ പുള്ളിക്കാരന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇവിടെ വർക്കൗട്ട് ആവില്ല. ലേറ്റർ പുള്ളിക്കാരന് അത് സെയിൽ ചെയ്യാനുള്ള എൻ്റയർ പ്രോപ്പർട്ടി സെയിൽ ഔട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലേക്ക് നീങ്ങി. അതേപോലെ നമ്മൾ വയനാട് ബാണാസുര ഡാമിൻ്റെ അവിടെ ഒരു പ്രോപ്പർട്ടി ഇതുപോലെ തന്നെ ക്ലയന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി കണ്ടു. ആ ഏരിയ ഓഫ് കോഴ്സ് ബാണാസുര ഡാമിന്റെ ഏരിയ ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ്. എന്തായാലും ഏത് പ്രോപ്പർട്ടി തുടങ്ങിയാലും വർക്കൗട്ട് ആവും. രണ്ടാമതായിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്ന കാര്യം പ്രോപ്പർട്ടിയുടെ ടൈപ്പ് ആണ്. അതായത് എയർബിഎൻബിയിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ്സ് വരുന്നത് പ്രൈവറ്റ് ഇൻഡിപെൻഡന്റ് വില്ലാസ് ആണ്. ഈവൻ പ്രൈവറ്റ് ഇൻഡിപെൻഡന്റ് വില്ലാസ് ആണെങ്കിൽ പോലും ഗസ്റ്റ് നമ്മളോട് എപ്പോഴും ചോദിക്കും, ബുക്ക് ചെയ്യുമ്പോൾ മിക്ക ഗസ്റ്റുകളും ചോദിക്കാറുണ്ട്, അതായത് പ്രോപ്പർട്ടിയിൽ വേറെ ആരെങ്കിലും ഉണ്ടാകുമോ. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫാമിലി മാത്രം പാടുള്ളൂ എന്നുള്ളൊരു കാറ്റഗറിയിലുള്ള ഒരുപാട് ഗസ്റ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി പ്രൈവറ്റ് ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടി ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ബുക്കിംഗ്സ് വരുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്ന ഒരു 6 മുതൽ 8 ഗസ്റ്റ് വരെയാണ് നമുക്ക് എപ്പോഴും വരാറുള്ളത്. 12 ഗസ്റ്റിന്റെ ബുക്കിംഗ് വരാറുണ്ട്, പക്ഷെ അത് മന്ത്ലി ഒരു 2 ബുക്കിംഗ്സ് ഒക്കെ വരാറുള്ളൂ. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ ഇല്ലാത്ത എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നമ്മളുടെ പ്രോപ്പർട്ടിയിൽ കൊടുക്കാൻ പറ്റുമോ. അതായത് നമ്മളെ പ്രോപ്പർട്ടി ഒരു ഹിൽ സൈഡ് ആണെങ്കിൽ ആ മൗണ്ടൻ വ്യൂ ഉള്ള റൂംസ് എന്തായാലും ബുക്കിംഗ് കിട്ടും, അതല്ലെങ്കിൽ പൂള്. അപ്പോൾ ഇതേപോലെയുള്ള യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് ഗസ്റ്റിന് കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടി ആണോ നിങ്ങളുടേത്, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൂന്നാമതായിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഫെസിലിറ്റീസ് ആണ്. എന്തെല്ലാം ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ക്ലീൻ ബാത്റൂംസ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡ്, പിന്നെ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ, ഇത് 24/7 അവൈലബിൾ ആയിരിക്കണം, ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ. ദെൻ പവർ സപ്ലൈ ആൻഡ് ബാക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒന്നല്ലെങ്കിൽ ഇൻവെർട്ടർ, അതല്ലെങ്കിൽ ജനറേറ്റർ. നമ്മളെ ചില പ്രോപ്പർട്ടികളിൽ ഇൻവെർട്ടറും ജനറേറ്ററും ഉണ്ട്. ഫോറസ്റ്റ് ഏരിയയിലുള്ള പ്രോപ്പർട്ടികളിൽ, അതായത് മുതുമലയിലെ പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ അതായത് മഴ പെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കറണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളതാണ്. ചിലപ്പോൾ ഇൻവെർട്ടർ കൊണ്ടൊന്നും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. 2 ദിവസമൊക്കെ കറണ്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, 2-3 ദിവസങ്ങൾ. അപ്പോൾ അത് ജനറേറ്റർ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിലാണ് നിങ്ങളുടെ പ്രോപ്പർട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് രണ്ടും കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ ഇൻവെർട്ടർ ബൾബുകൾ അവൈലബിൾ ആണ്, അതും നിങ്ങൾക്കൊരു ഓപ്ഷനായിട്ട് ഉപയോഗിക്കാം. ഇൻവെർട്ടർ ബൾബ് പ്ലസ് ജനറേറ്റർ. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിരിക്കും നിങ്ങളുടെ ഒരു പവർ ബാക്കപ്പിന്റെ ഒരു ഇത്. അതും പോസിറ്റീവായിട്ട് തന്നെ ഗസ്റ്റ് അതെല്ലാം റിവ്യൂവിലും എഴുതും. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൈ സ്പീഡ് വൈഫൈ, പിന്നെ പാർക്കിംഗ്, ഇനഫ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസ്. അതായത് നിങ്ങൾ എത്ര പേർക്കുള്ള പ്രോപ്പർട്ടിയാണോ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഒരു 12 പേര് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ 2 കാർ അല്ലെങ്കിൽ 3 കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡൈനിങ് സ്പേസിൽ ഒരു കോമഡി ഉണ്ട്. അതായത് 8 പേർക്കുള്ള ഒരു പ്രോപ്പർട്ടി ചെയ്തിട്ട് 4 പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിൾ വാങ്ങിച്ചിരുന്ന ചില ക്ലയന്റുകളുണ്ട്. അപ്പൊ അതൊരിക്കലും ചെയ്യരുത്. അതായത് വെക്കേഷനിൽ വരുമ്പോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യാം.
അടുത്തതായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം കോമ്പറ്റീഷൻ ആണ്. അതായത് നിങ്ങളുടെ ഏരിയയിൽ വേറെ ആരെങ്കിലും എയർബിഎൻബി റൺ ചെയ്യുന്നുണ്ടോ. അപ്പൊ അതെങ്ങനെ ചെക്ക് ചെയ്യും? അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, എയർബിഎൻബി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് എയർബിഎൻബി സെർച്ച് ചെയ്ത് അത് ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്ത് അവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം വേറെ ആരെങ്കിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ. ആ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്ത് അവർ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അവരുടെ റിവ്യൂസ് ഫുള്ള് വായിച്ചു നോക്കുക, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ അതെല്ലാം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവരെക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെല്ലാം ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബെറ്റർ ആയിട്ട് ഫെസിലിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബുക്കിംഗ് കിട്ടും, രണ്ടുപേർക്കും ബുക്കിംഗ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് നാലാമതായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, കോമ്പറ്റീഷൻ. ലാസ്റ്റത്തെ പോയിന്റ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇൻവോൾവ്മെന്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഇതിൽ 100% ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ. ഒരു ഗസ്റ്റ് എയർബിഎൻബിയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ. ഇപ്പൊ നമ്മളൊരു റിപ്ലൈക്ക്, അതായത് ഒരു ഗസ്റ്റ് മെസ്സേജ് അയച്ച് ഒരു 2 മണിക്കൂർ ആയിട്ടാണ് റിപ്ലൈ ആണെങ്കിൽ എന്തായാലും അവര് പ്രോപ്പർട്ടി ബുക്ക് ചെയ്യില്ല, വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മളുടെ കമ്മിറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട് ഇതെല്ലാം ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ എയർബിഎൻബിയിലും ഒരു മെസ്സേജ് എഴുതി കാണിക്കും, ഈ ഹോസ്റ്റ് വിത്തിൻ 1 hour റെസ്പോൺസ് ചെയ്യും. അപ്പോൾ ആ ഒരു റെസ്പോൺസ് റേറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പോർട്ടൽ ബുക്കിങ്സ് വരാനും അതേപോലെ തന്നെ നല്ല റിവ്യൂസ് കിട്ടാനും. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളപ്പോൾ സ്വയം ചോദിക്കുക, എനിക്കിതിൽ 100% ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ. നിങ്ങൾ വേറെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഞാൻ സർവീസ് കൊടുക്കുന്നുണ്ട്, എന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പ്രോപ്പർട്ടി മാനേജ്മെന്റ് സർവീസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുൾ എയർബിഎൻബി മാനേജ്മെന്റ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എയർബിഎൻബി ഒരു പാസീവ് ബിസിനസ് അല്ല, പക്ഷെ പാസീവ് ബിസിനസ് ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ അതിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ വരും എപ്പിസോഡുകളിലായിട്ട് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങളുടെ പ്രോപ്പർട്ടി എയർബിഎൻബി വർക്കൗട്ട് ആകുമോ. അപ്പോൾ അതിന്റെ ഒരു ഓൾമോസ്റ്റ് ആൻസർ ഞാൻ ചെയ്തു കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യുന്നുണ്ടാവും. കുറച്ച് ഗ്യാപ്പ് വന്ന്, ഞാൻ ആകെ ഒരു 3 വീഡിയോസ് ചെയ്തിട്ടുള്ളൂ, എനിക്കറിയാതെ. പിന്നെ ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടാണ് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. പക്ഷേ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു എയർബിഎൻബി ബിഗിനേഴ്സ് ഗൈഡിന്റെ ഒരു 1ാമത്തെ എപ്പിസോഡായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിന് എടുക്കാം. പിന്നെ വരും എപ്പിസോഡുകൾ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.